വാർത്തകൾ തുടരുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വേദിയായി നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഒപ്പീനിയൻ എന്ന സംഘടന പ്രവർത്തനം ആരംഭിക്കുന്നു. ലോക മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10-നാണ് സംഘടനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനങ്ങളിൽ നിയമവശങ്ങളെക്കുറിച്ച് അറിവ് നേടിക്കൊടുക്കുന്നതിനും നിരവധി സംഘടനകളാണ് ഇന്ത്യക്കകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നിലമ്പൂർ മേഖലയിൽ ആദ്യമായി ഇത്തരം സംഘടനയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പീനിയൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. മനുഷ്യാവകാശം പഠിക്കുക, പ്രചരിപ്പിക്കുക, കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ എന്നിവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക, ശബ്ദമുയർത്തുക, മനുഷ്യാവകാശ സംരക്ഷണത്തിനായി മറ്റു സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുക, വധശിക്ഷ നടപ്പിലാക്കുന്നത് നിർത്തലാക്കണമെന്ന ഐക്യരാഷ്ട്രസഭാ നിർദ്ദേശത്തിന് പിന്തുണ നേടുന്നതിനായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുക മുതലായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഒപ്പീനിയൻ പ്രവർത്തിക്കുകയെന്നും ഓർഗനൈസർ പറഞ്ഞു. മനുഷ്യാവകാശ ദിനം, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. ലോകം ഒട്ടാകെ അത് ആചരിക്കപ്പെടുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 14 മാസം ഐക്യരാഷ്ട്രസഭയിലും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഹൈക്കമ്മീഷണറുടെ കീഴിൽ ജോലി ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഈ കത്തിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് ഒപ്പീനിയൻ എന്ന പേരിൽ ഒരു വേദി രൂപീകരിക്കപ്പെടുകയാണ്. പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രബന്ധ മത്സരം, ക്വിസ് മത്സരം, ലഘുലേഖാ വിതരണം, സെമിനാർ, സന്നദ്ധ സേവകർക്ക് പരിശീലനം എന്നിവ സംഘടിപ്പിക്കും. തുടർന്ന് ഒരു വർഷത്തിനു ശേഷം 2012 ഡിസംബർ 10-ന് നിലമ്പൂരിൽ മനുഷ്യാവകാശ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് ഒപ്പീനിയന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടി സംഘടിപ്പിക്കുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ കൂട്ടീരി അസീസ് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ ഡാം നിർമ്മിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി കരുവാരക്കുണ്ട് ഗ്രന്ഥശാല കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഐക്യദാർഢ്യ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം എസ് ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇത്ര തീവ്രമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ടില്ല. 2-3 കോണിൽ നിന്നാണ് ഈ പ്രശ്നത്തെ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, എന്താണ് പുതിയ ഡാം ഉണ്ടാക്കാൻ തടസ്സം? ആരാണ് തടസ്സം നിൽക്കുന്നത്? അല്ലെങ്കിൽ തമിഴ്നാട് എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അത് ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയോ അറിയില്ല. എന്താണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പുതിയ ഡാം ഉണ്ടാക്കിയാലും വെള്ളം കിട്ടുമെങ്കിൽ തമിഴ്നാടിന് ഇപ്പം എന്താ? കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ 6 ഗ്രന്ഥശാലയിലെ പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കിഴക്കേത്തല ടൗണിൽ നടന്ന പ്രകടനത്തിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ.സി. കുഞ്ഞാപ്പ അധ്യക്ഷത വഹിച്ചു. എം കൃഷ്ണൻകുട്ടി, എം മുഹമ്മദ് മാസ്റ്റർ, ടി.എം. അബ്ദുറഹ്മാൻ, ദിബു കക്കറ, ടി.പി. മണി എന്നിവർ പ്രസംഗിച്ചു. എ. രാജൻ, ഷൈജി ടി. മാത്യു, എ.കെ. സജാദ് ഹുസൈൻ, എം.കെ. അബ്ദുസലാം എന്നിവർ ഐക്യദാർഢ്യ റാലിക്കും പൊതുയോഗത്തിനും നേതൃത്വം നൽകി. മുല്ലപ്പെരിയാറിൽ സമരം നടത്തുന്ന നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെ.എസ്.യു. പ്രവർത്തകർ ഉപവാസ സമരം സംഘടിപ്പിച്ചു. മമ്പാട് എം.ഇ.എസ്. കോളേജിന് മുൻപിൽ നടന്ന ഉപവാസ സമരം ഡി.സി.സി. സെക്രട്ടറി വി. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മമ്പാട് എം.ഇ.എസ്. കോളേജിലെ കെ.എസ്.യു. യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ധർണ എന്ന് പറയുന്ന ഒരു ധർമ്മ സമരവുമായി ഈ കോളേജിന്റെ കവാടത്തിലേക്ക് കെ.എസ്.യുവിന്റെ നേതാക്കന്മാർ കടന്നു വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആരോടും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. ഈ സംസ്ഥാനം മാത്രമല്ല, ഈ രാജ്യവും ഈ ലോകവും ഒരുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇവിടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകന്മാർ ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരവുമായി കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, അണക്കെട്ടുകളും അതിനോടനുബന്ധിച്ച വികസന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഈ രാജ്യത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് എന്ന ധാരണ പുലർത്തുന്നവർ തന്നെയാണ് കെ.എസ്.യുക്കാർ. ഉദ്ഘാടന ചടങ്ങിൽ കെ.സി. കരീം മൗലവി, മുബഷിർ എന്നിവർ പ്രസംഗിച്ചു. സമരത്തിൽ സ്വാശ്രയ കോളേജ് വിഷയത്തിൽ ശ്രദ്ധേയനായ നിർമ്മൽ മാധവും പങ്കെടുത്തു. കെ.എസ്.യു. സംസ്ഥാന സെക്രട്ടറി വി.എസ്. ജോയ്, ഷാജഹാൻ പായമ്പാടം എന്നിവരും സമരത്തിൽ വിവിധ സമയങ്ങളിൽ പ്രസംഗിച്ചു. സമാപന സമ്മേളനം കെ.എസ്.യു. ജില്ലാ പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു.
വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൗജന്യ ചികിത്സാ ക്യാമ്പുകളും വൈദ്യ പരിശോധനയും സംഘടിപ്പിക്കുന്നു. 11-ാം തീയതി നിലമ്പൂർ GUP സ്കൂളിൽ രാവിലെ 8:30 മുതൽ 1 മണി വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നിലമ്പൂർ മുനിസിപ്പൽ ക്ലബ്ബും ഡോക്ടർ KM ചെറിയാൻ ഫൗണ്ടേഷന്റെ പരുമല സെന്റ് ഗ്രിഗോറിയോസ് കാർഡിയോ വാസ്കുലാർ സെന്ററും സംയുക്തമായി സൗജന്യ ഹൃദ്രോഗ ചികിത്സാ ക്യാമ്പും നിലമ്പൂർ ഡോക്ടേഴ്സ് സ്കാൻ സെന്ററും നിലമ്പൂർ AKCDAയും ചക്കാലക്കുത്ത് തണൽ എന്നിവയുടെ സഹകരണത്തോടെ ഹൃദ്രോഗ ബാധിതർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ് പ്രവേശനം നൽകുക. കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ക്യാമ്പിൽ കാർഡിയാക് സർജൻ ഡോക്ടർ പങ്കജ് കുമാർ ശ്രീവാസ്തവ, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മധു പൗലോസ് എന്നിവരാണ് ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകുക. ഈ ക്യാമ്പിന്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു ചികിത്സാ ക്യാമ്പാണ്. ഏറ്റവും സാമ്പത്തിക പിന്നോക്കം നിൽക്കുകയും രോഗശൈലി കിടക്കുന്നതുമായ രോഗികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ചികിത്സ നൽകുകയും അത്യാസന്നതരായിരുന്ന രോഗികളെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി അവരെ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ചെറിയാൻ ഫൗണ്ടേഷൻ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ നിലമ്പൂരിലെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ നിലമ്പൂർ മുനിസിപ്പൽ ക്ലബ്ബുമായി സഹകരിക്കാൻ അവർ താല്പര്യം കാണിച്ചു. അതിന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരുന്നത് ചക്കാലക്കുത്തിലായിരുന്ന തണൽ എന്ന സംഘടന ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന രോഗികൾ പഴയ ചികിത്സാ രേഖകൾ കൊണ്ടുവരണമെന്നും വിശദവിവരങ്ങൾക്ക് 9446243278 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ TBയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ KP മുജീബ്, സ്റ്റാൻലി ജോസഫ്, സുനിൽ അരിവാക്കോട്, തടത്തിൽ നൌഷാദ്, സാദിഖ്, ഷാനവാസ്, ഷമീർ, മുത്തു ജനതപടി, സാബു, മനോജ് എന്നിവർ സംസാരിച്ചു. ആനശല്യം രൂക്ഷമായ കരുവാരക്കുണ്ടിലെ പറയൻമേടിൽ സൗരോർജ്ജ വേലി കെട്ടുന്നതിനുള്ള നടപടി തുടങ്ങി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്ന് ആനകൾ ഇറങ്ങുന്നത് തടയുന്ന രീതിയിൽ വേലി നിർമ്മിക്കുന്നതിന് നവംബർ 27-ന് ടെൻഡർ ചെയ്തിട്ടുണ്ട്. ജനുവരി 15-നകം വേലി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നിലമ്പൂർ സൗത്ത് DFO CV രാജൻ പറഞ്ഞു. ആനകളെ തടയുന്നതിന് വനാതിർത്തിയിൽ 5 കിലോമീറ്ററാണ് വേലി കെട്ടുന്നത്. 4 വരിയുള്ള വേലി നിർമ്മാണത്തിന് 5 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പറയൻമേട്, വട്ടമല ഭാഗങ്ങളിൽ സൗരോർജ്ജ വേലി കെട്ടുന്നതോടെ ആനശല്യം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയും വനം വകുപ്പ് അധികൃതർക്കുണ്ട്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് കീഴിൽ നടക്കുന്ന സൗരോർജ്ജ വേലി 3 മാസമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആനകൾക്ക് പുറമെ ഉദ്യാനത്തിൽ നിന്ന് മറ്റ് ജീവികൾ കൂടി പുറത്തേക്കിറങ്ങുന്നത് തടയുവാൻ 3 കിലോമീറ്റർ 5 വരി പാതയാണ് നിർമ്മിക്കുന്നത്. 3 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന സൗരോർജ്ജ വേലി പൂർത്തിയാക്കാത്തതിനാൽ ആനകൾ വട്ടപ്പാറയിലൂടെ വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. പറയൻമേടിൽ ഇപ്പോൾ കൂട്ടത്തോടെ ആനക്കൂട്ടം വട്ടപ്പാറയിലൂടെയാണ് എത്തിയിട്ടുള്ളതെന്നും നിലമ്പൂർ സൗത്ത് DFO പറഞ്ഞു. പറയൻമേടിനോട് ചേർന്നുള്ള മലയിൽ തമ്പടിച്ചിട്ടുള്ള ആനക്കൂട്ടത്തെ തിരിച്ചയക്കാതെ സൗരോർജ്ജ വേലി കെട്ടിയാൽ ആനകളുടെ ഉപദ്രവം മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സൈലന്റ് വാലിയുടെ ഭാഗത്തു നിന്നാണ് ആനകൾ ജനവാസ കേന്ദ്രത്തിലെത്തുന്നത്. ചുരുങ്ങിയ സ്ഥലത്ത് മാത്രം വേലി കെട്ടി തിരിച്ചതാണ് മറ്റു സ്ഥലങ്ങളിൽ ആനകൾ ഇറങ്ങുവാൻ കാരണമായിട്ടുള്ളതെന്ന് വനവകുപ്പ് അധികൃതർ പറഞ്ഞു. പറയൻമേട്, വട്ടമല ഭാഗം സുരക്ഷിതമാക്കുന്നതോടൊപ്പം വനാതിർത്തി മുഴുവനായി സൗരോർജ്ജ വേലി കെട്ടി തിരിക്കുന്നതിന് നടപടി വേണമെന്നാണ് വനവകുപ്പ് അധികൃതരും മലയോര കർഷകരും ആവശ്യപ്പെടുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെയും നിലമ്പൂർ സൗത്ത് വനമേഖലയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം വേണമെന്നും കർഷകർ പറയുന്നു. ഉതിരംപൊയിലിൽ നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയോട് ചേർന്നുള്ള സ്ഥലത്ത് ആനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സൗത്ത് DFO CV രാജൻ പറഞ്ഞു. ഇടവേള ഒരിക്കൽ കൂടി.